അസ്സലാമലൈക്കും. ഇതുണ്ട് സുഖല്ലേ? നമ്മളെ MPL പേരും മഴയാണ്ട് മാറ്റി വെച്ചിട്ട് ടർഫിലാക്കിയ ദിവസം തന്നെ നല്ല കിട്ടിലും വെയിലും വന്ന് കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ സൂര്യനൊന്ന് ആകാശത്ത് വന്നത് കേട്ടാ. ഏകദേശം ഒരു 10 ദിവസമായി സൂര്യൻ ആകാശത്ത് വരുമ്പോഴെങ്കിലും ഒടുക്കത്തെ ചൂടും കേട്ടാ. നമ്മളെ ട്രോഫിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാട്ടൂലെ ടർഫിൽ വെച്ചിട്ടാണ് കളി കേട്ടാ. മാട്ടൂല നമ്മളെ പെറ്റ് സ്റ്റേഷൻ്റെ അടിയിലെ ടർഫില്. ഇത് നമ്മളെ ടീം അൽനാസ് മടക്കര. ഇനി 3 കളിയാണ് ബാക്കി കേട്ടാ. അങ്ങനെ അൽനാസും അതേപോലെ ഷാസ് മടക്കരിയും തമ്മിലാണ് ഫസ്റ്റ് സെമി ഏറ്റുമുട്ടി. കളി നല്ല അടിപൊളിയായിന്, നല്ല വെയിലും ഉണ്ടായിന്. അങ്ങനെ ഫസ്റ്റ് ഗോള് ഷാസ് അടിച്ചു. അതിനുശേഷം തന്നെ അൽനാസ് എടുത്ത ഗോളടിച്ച് അങ്ങനെ 1-1. പിന്നെ അതിനുശേഷം അൽനാസ് വീണ്ടും ഒരു ഗോളടിച്ച് അങ്ങനെ അൽനാസാണ് ആ കളി ജയിച്ചത് കേട്ടാ. രണ്ടാമത്തെ സെമി നാസ്റ്റി റോക്കും അതേപോലെ അൽഖുദ്ദൂസ് എന്ന് പറയുന്ന ടീമാണ്. അത് പെനാൽറ്റി ആകുകയും ചെയ്തിന്. പെനാൽറ്റിയിൽ അൽഖുദ്ദൂസ് എന്ന് പറയുന്ന ടീം ജയിച്ചു. നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനും വേണ്ടിക്ക് ഒരു ഗ്രൗണ്ടില്ല കേട്ടോ. അങ്ങനെ സക്കരിയാനോട് ചോദിക്കുന്നു, ഗ്രൗണ്ട് നമ്മുടെ നാട്ടിലാകോ ഇല്ലയോ എന്നുള്ളത്. സക്കരിയ പറയുന്നത് വെച്ചാൽ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട്, എന്നിട്ട് രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലം പഞ്ചായത്തിന്റെ ആസ്തിന്ന് ഗ്രൗണ്ട് ആക്കി തരുമെന്നാണ് സക്കരിയ പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലം സക്കരിയാന്റെ കെയർ ഓഫിൽ ഉണ്ട് പോലും. അങ്ങനെയെങ്കിൽ എല്ലാവരും പൈസ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ആവും, അത്രയും. അല്ലാണ്ട് പഞ്ചായത്ത് വിചാരിച്ചിട്ടോ അതേപോലെ വാർഡ് മെമ്പർ വിചാരിച്ചോ മടക്കരക്ക് ഒരു ഗ്രൗണ്ട് എന്തായാലും ആകൂല. നമ്മളെ കളി അങ്ങനെ കഴിഞ്ഞ് ഫൈനലിന് ഖുദ്ദൂസ് കപ്പടിച്ച് അൽനാസിന് സെക്കൻഡ്, നമ്മുടെ ടീമിന് സെക്കൻഡാ കിട്ടീനട്ടാ. നമ്മൾ തോറ്റുപോയി 2-1. അങ്ങനെ നമ്മൾ തോറ്റ്. ടർഫിന്റെ പേരും പറഞ്ഞിട്ട് പ്രൈസ് മണിന്ന് ഫസ്റ്റൊന്നും സെക്കൻഡൊന്നും 1000 രൂപ വെച്ച് 1000 രൂപ കുറച്ചിട്ടുണ്ടായി. എന്തായാലും കമ്മിറ്റി എന്തായാലും 16 വർഷമായിട്ട് നല്ല ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. അതിന് കമ്മിറ്റിക്ക്, നമ്മളെ MCC കമ്മിറ്റിക്ക് നല്ലൊരു ബിഗ് സല്യൂട്ട്. ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് റാഫിക്ക, അതേപോലെ റഫീഖ്, ഷംസു, ഫായിസ്, അവർക്കും അതുപോലെ ബിഗ് സല്യൂട്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.